ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണമല്ലേ സത്യത്തിൽ ഇറാൻ നടത്തി. അപ്പോൾ ഇനി ഇന്ത്യ എന്ത് ചെയ്യും സർ? പ്രജിത പറഞ്ഞത് സാങ്കേതികമായി ശരിയാണ്. കാരണം ഇന്ത്യൻ ഫ്ലാഗുള്ള കപ്പൽ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ നിയമങ്ങൾ ബാധകമാണ്. ഇന്ത്യയുടെ സോവറിൻ പരമാധികാരത്തിൻ്റെ പ്രതീകമാണ് ഇന്ത്യയുടെ കൊടി. ഇന്ത്യയുടെ കൊടി പാറിക്കുന്ന കപ്പലിന് നേരെ ഇറാൻ്റെ ഗൺബോട്ടുകൾ ആക്രമണം നടത്തി. ഇറാൻ്റെ ഗൺബോട്ടേ ഉള്ളൂ, കാരണം ഇറാൻ്റെ യുദ്ധക്കപ്പലുകൾ മുഴുവൻ അമേരിക്ക തകർത്ത് കടലിനടിയിലാണ്. ഇനിയിപ്പോൾ ഉള്ളത് രണ്ടെണ്ണമാണ്. ഒരെണ്ണം ശ്രീലങ്കയിലെ ട്രിങ്കോമാലി തുറമുഖത്ത് കിടപ്പുണ്ട്, ഒരെണ്ണം നമ്മുടെ കൊച്ചിയിൽ കിടപ്പുണ്ട്. കൊച്ചിയിൽ ലവൻ എന്ന് പറയുന്ന കപ്പൽ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ആ കപ്പൽ ഇവിടുന്ന് പോകണോ വേണ്ടോ എന്ന് ഇന്ത്യ തീരുമാനിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിൻ്റെ നാവികരിൽ 183 നാവികരുണ്ടായിരുന്നു. ഏതാണ്ട് 120ഓളം ആളുകളെ നമ്മൾ തിരിച്ചയച്ചു. ബാക്കിയുള്ള ആളുകൾ ഈ യുദ്ധക്കപ്പലിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട്, അത് പരിപാലിക്കണമല്ലോ, അതിനുവേണ്ടി ഇവിടെയുണ്ട്. അവർ നമ്മുടെ കൊച്ചി നേവൽ ബേസിലെ കഠാരി ബാഗിലെ നേവൽ ബേസിലാണ്. നമ്മുടെ നാവികർക്കൊപ്പം നമ്മൾ ഉറങ്ങി അവരവിടെ കഴിയുകയാണ്. അപ്പോൾ ഇവൻ്റെ അതേ IRGC നമ്മുടെ കപ്പലുകൾക്ക് നേരെ വെടിവെച്ചു. ആളപായ ഒന്നുമില്ല. നമ്മുടെ 14 കപ്പലുകൾ ഹോർമസ് കടക്കാൻ കിടക്കുകയാണ്. ഇതുവരെ അവർ കടത്തിവിട്ടിരുന്നു. ഇന്ത്യയുടെ കപ്പലുകളെ ഇപ്പോൾ കടത്തിവിടണ്ട എന്ന് IRGC തീരുമാനിച്ചിരിക്കുന്നു. ഇറാൻ്റെ ഭരണകൂടം എന്ന് പറയുന്നത് അബ്ബാസ് അരഗാച്ചി എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് കപ്പലുകൾക്കെല്ലാം പോകാം, ഇന്ത്യയുടെ കപ്പലുകൾക്ക് നിർബാധം പോകാം. ഇന്ത്യയുടെ കപ്പലുകൾക്ക് മാത്രമല്ല, ലോകത്തെ എല്ലാ കപ്പലുകൾക്കും, ആ വഴി പോകേണ്ട എല്ലാ കപ്പലുകൾക്കും അടുത്ത 10 ദിവസം ലബനോണിൽ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ കാലയളവിൽ എല്ലാ കപ്പലുകൾക്കും പോകാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ വിഡ്ഢിയായ ആളുകൾ, ഞങ്ങളുടെ നേതാക്കന്മാർ പറയുന്നതല്ല, ഞങ്ങളുടെ മത നേതാക്കൾ പറയുന്നതാണ് ഞങ്ങൾ കേൾക്കുക എന്ന് റേഡിയോ സംപ്രേഷണം നടത്തിയിട്ടാണ് IRGC എന്ന് പറഞ്ഞ മതപ്പട്ടാളം നമ്മുടെ കപ്പലുകളെ ആക്രമിച്ചത്. അപ്പോൾ ശരിക്കും നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് വേണമെങ്കിൽ ഇതിനെ കരുതാം. ഇത് ശരിയാണ്, അങ്ങനെ സ്റ്റാൻഡ് വരും. പക്ഷേ ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഇറാനെതിരെ യുദ്ധത്തിനൊരുങ്ങുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് അത്ര പെട്ടെന്നൊന്നും ഉത്തരം പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ എന്തായാലും ബന്ധം വഷളായി. കാരണം ഇവർക്ക് ഭക്ഷണവും മരുന്നും വെള്ളവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യം നമ്മളാണ്. അപ്പോൾ പാല് കൊടുത്ത കൈക്ക് കടിച്ചു ഇറാൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇറാൻ്റെ സർക്കാരിന് അബ്ബാസ് അരഗാച്ചി ജയശങ്കറുമായിട്ട്, നമ്മുടെ വിദേശകാര്യമന്ത്രിയുമായിട്ടൊക്കെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. മാത്രമല്ല, പാകിസ്ഥാൻ നേരത്തെ ഇസ്രായേലിൻ്റെ മുന്നിലേക്ക് വെച്ചിരുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് 2 പേരെ കൊല്ലരുതെന്ന് ഇസ്രായേലിനോട് പറയണം. ഒന്ന് അബ്ബാസ് അരഗാച്ചിയെ കൊല്ലരുത്, പിന്നെ അവിടുത്തെ പാകിസ്ഥാൻ്റെ സ്പീക്കർ അയാളെ കൊല്ലരുത്. ഇവർ 2 പേരുമാണ് ഈ സമാധാന ചർച്ചകൾക്ക് വേണ്ടി മുന്നോട്ട് വരാൻ തയ്യാറുള്ള അവിടുത്തെ ഒരു മിതവാദികളെന്ന് പറയാവുന്ന 2 നേതാക്കന്മാരാണ്. പിന്നെ പെഷസ്ക്യാനുണ്ട് പ്രസിഡന്റ്, അയാളെ കാണാൻ പോലുമില്ല. അപ്പോൾ അയാൾ പറയുന്നു, ഇവർ പറയുന്നതൊന്നും IRGC കേൾക്കില്ല. IRGCക്ക് അവരുടെ കമാൻഡർ പറയുന്നുള്ളൂ. കമാൻഡർ ആവട്ടെ ഖമേനി പറയുന്നത് കേൾക്കുകയുള്ളൂ. മൊസ്തഫ ഖമേനി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. ട്രംപിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്, തളർന്ന് കോമ അവസ്ഥയിൽ കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ കൃത്യമായി ഒരു നേതൃത്വം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, ഉത്തരവുകൾ, ശരിയായ ഉത്തരവുകൾ നൽകാൻ പറ്റുന്നൊരു നേതൃത്വം IRGCക്കില്ല. അവർ ഈ പറയുന്ന കാടൻ മതനിയമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ ആ തരത്തിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചില കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ 2 ഓപ്പറേഷൻസ് ഈ പശ്ചിമേഷ്യയിൽ നമ്മൾ നടത്തുന്നുണ്ട്. ഒന്ന് ഓപ്പറേഷൻ സങ്കല്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കപ്പലുകൾക്ക്, അത് മാത്രമല്ല അന്താരാഷ്ട്ര സമുദ്രപാതയിൽ പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി, ഹൂത്തികളുടെയും മറ്റും ആക്രമണം ഉണ്ടാകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയതാണ് ഓപ്പറേഷൻ സങ്കല്പ്. അതിനുശേഷം ഹോർമുസിലെ പ്രശ്നം ഉണ്ടായതിനു ശേഷം നമ്മൾ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചത്. എന്നിട്ട് നമ്മുടെ കപ്പലുകൾ അങ്ങോട്ട് പോകും എന്ന് ഒരുപക്ഷെ ആദ്യം റിപ്പോർട്ട് ചെയ്തത് നമ്മളാണ്. പ്രതി ഓർക്കുന്നുണ്ടാവും, ഈ സംഘർഷം ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഹോർമുസിലേക്ക് പോകുന്നു എന്ന് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ആളുകൾ നമ്മളെ കളിയാക്കി. പക്ഷേ അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ പോയി. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ സേന എവിടെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു രസകരമായൊരു കോട്ട് ഞാൻ കണ്ടു. യഥാർത്ഥ ബോസ് വരുന്നത് വരെ എല്ലാവരും ബോസുമാരാണ്. ഇനിയിപ്പോൾ യഥാർത്ഥ ബോസ് വരികയാണ്. യഥാർത്ഥ ബോസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവിയാണ്. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ ഒരു ഡിപ്ലോയ്മെൻറ്റ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത്, ഇപ്പോൾ ഞാൻ നേവൽ അല്ലെങ്കിൽ ഡിഫൻസ് സൈറ്റുകൾ നോക്കിയപ്പോൾ ഒരേ സമയം നമ്മുടെ 2 വിമാനവാഹിനി കപ്പലുകളും INS വിക്രാന്തും INS വിക്രമാദിത്യയും ഇപ്പോൾ അറബിക്കടലിലുണ്ട്. വിക്രാന്ത് വിശാഖപട്ടണം ബേസ് ചെയ്ത് ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ കീഴിലാണെങ്കിൽ വിക്രമാദിത്യ അറബിക്കടലിൻ്റെ പടിഞ്ഞാറൻ തീരത്തുണ്ട്. അത് വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ കീഴിൽ കാർവാർ താവളമാക്കി കടമ്പ INS കടമ്പയുടെ കീഴിലാണ് വിക്രമാദിത്യ ഉള്ളത്. വിക്രമാദിത്യ ഈ മേഖലയിലെ നിരീക്ഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതായത് പശ്ചിമേഷ്യ സംഘർഷത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ INS വിക്രമാദിത്യ എന്ന് പറയുന്ന നമ്മുടെ കൂറ്റൻ വിമാനവാഹിനി കപ്പലിൽ ഒരു അലർട്ട് സന്ദേശം പോയിട്ടുണ്ട്.
അതിൻ്റെ വിക്രമാദിത്യയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് ഏതു നിമിഷവും വിന്യസിക്കാൻ സജ്ജമാക്കി നിലനിർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിക്രമാദിത്യയിൽ മിഗ് 29K വിമാനങ്ങളുടെ നിരീക്ഷണം ഈ മേഖലയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. വിക്രമാദിത്യ എന്ന് പറയുമ്പോൾ ഒരു വിമാനവാഹിനി കപ്പൽ പോകുമ്പോൾ അതിന് അകമ്പടി എസ്കോർട്ട് കപ്പലുകളായിട്ട് ഡിസ്ട്രോയർ ഉൾപ്പെടെയുള്ള വേറെ കപ്പലുകളുണ്ടാകും. വിക്രമാദിത്യ മാത്രമായിരിക്കില്ല. ഇറ്റ്സ് എ കിങ്. അപ്പോൾ അതുകൊണ്ട് അതിന് അകമ്പടി പോകുന്ന വേറെ നശീകരണ കപ്പലുകളൊക്കെ കൂടെ ഉണ്ടാവും. അത് അപ്പോൾ വിക്രമാദിത്യ പതുക്കെ അങ്ങോട്ട് നീങ്ങുന്നു എന്നറിയില്ല. പക്ഷേ നിരീക്ഷണം ശക്തമാക്കാൻ അലർട്ട് മെസ്സേജ് വിക്രമാദിത്യക്ക് പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ മേഖലയിൽ ഇന്ത്യയുടെ 7 യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ തന്നെയുണ്ട്. ആ 7 യുദ്ധക്കപ്പലുകളിൽ ഒന്ന് ഈ INS ചെന്നൈ എന്ന് പറയുന്ന ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ അവിടെയുണ്ട്. INS ത്രികണ്ഡ് അവിടെയുണ്ട്, അത് എസ്കോർട്ട് വെസലാണ്. പിന്നെ INS സുനയന എന്ന് പറയുന്ന മറ്റൊരു കപ്പൽ അവിടെ പട്രോളിംഗ് നടത്തുന്നുണ്ട്. അതുകൂടാതെ പേര് ഇപ്പോൾ ലഭ്യമല്ലാത്ത ഒരു 6-7 കപ്പലുകൾ കൂടെയുണ്ട്. അപ്പോൾ വിക്രമാദിത്യയുടെ ഫ്ലീറ്റും കൂടെ വരികയും ഒക്കെ ചെയ്താൽ ഒരു 10-20 യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിൽ ഇന്ത്യക്ക് ഏതു നിമിഷവും വിന്യസിക്കാവുന്ന തരത്തിലേക്ക് ഇന്ത്യ ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നു എന്നാണ്. ഒരു നാവിക പ്രതിരോധത്തിൻ്റെ ആവശ്യം വന്നാൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ സജ്ജമായിരിക്കുന്നു. അപ്പോൾ അത് ഞാനീ പറഞ്ഞു വരുന്നത് ഇന്ത്യ നേരെ പോയി ഇറാനുമായി യുദ്ധം ചെയ്യുമെന്നല്ല. നമുക്ക് നമ്മുടെ കപ്പലുകളെ സുരക്ഷിതമായി കൊണ്ടുവരിക. പിന്നെ ഈ ഒരു നാവിക ആക്രമണം നടത്താനുള്ള ശേഷിയൊന്നും ആർക്കില്ല, ഇറാനില്ല. ചില ഗൺബോട്ടുകൾ മാത്രമാണുള്ളത്. ഈ ഗൺബോട്ടുകളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടെ ഹോർമുസിൽ മറ്റ് വിദേശ രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളില്ല. തൊട്ടടുത്തുള്ളത്, ഏറ്റവും അടുത്തുള്ളത് ഇന്ത്യൻ യുദ്ധക്കപ്പലുകളാണ്. അപ്പോൾ വിക്രമാദിത്യയ്ക്ക് അലേർട്ട് മെസ്സേജ് കൊടുക്കുകയും വിക്രമാദിത്യ അവിടെ നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു സുരക്ഷാ ഫീല് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഏതായാലും ഈ ഗുരുഗ്രാം ഇൻഫർമേഷൻ ലൂഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഗുരുഗ്രാമിലെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ഈ മേഖലയിലെ അതിശക്തമായ നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. P-8I നിരീക്ഷണ വിമാനങ്ങളും സീ ഗാർഡിയൻ ഡ്രോൺസും ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങളൊക്കെ ഇന്ത്യൻ നേവി ഈ മേഖലയിൽ ഈ സംഭവത്തിന് ശേഷം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അപ്പോൾ പതുക്കെ ഹോർമുസിലേക്ക് ഒരു മസിൽ പവർ കാണിക്കാൻ ഇറാൻ ഇനി തുനിഞ്ഞാൽ ഇന്ത്യ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കും എന്ന് കരുതാം. കാരണം നമ്മൾ ഇറാനെ ആക്രമിക്കാൻ നിൽക്കില്ല, പക്ഷേ പ്രതിരോധിക്കാൻ ആർക്കും അവകാശമുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പലുകൾ സുരക്ഷിതമായി കടത്തിവിടാനുള്ള ഒരു നീക്കം നമ്മുടെ സൈന്യം, നമ്മുടെ നേവി ആരംഭിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിവരം. അപ്പോൾ നമ്മളത് വളരെ കൃത്യമായി അത് പാലിക്കും. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് 80-80 60-80 ഇടയ്ക്ക് ഇറാനിയൻ നാവികർ കൊച്ചി തുറമുഖത്തുണ്ട്, കൊച്ചി നേവൽ ബേസിലുണ്ട്. അവരിനി പുറത്തോട്ട് പോകണോ വേണ്ടയോ എന്ന് ഇന്ത്യ തീരുമാനിക്കും. മാത്രമല്ല അവരുടെ IRIS 11 എന്ന് പറയുന്നൊരു കപ്പൽ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പറയുകയാണ്, നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇനി ഇവിടെ നിൽക്കണ്ട, പൊക്കോ എന്ന് പറഞ്ഞാൽ ഒരു 13 നോട്ടിക്കൽ മൈൽ അപ്പുറത്തോട്ട് ഈ കപ്പൽ ഇറങ്ങിയാൽ ദേനയുടെ വിധിയായിരിക്കും വരുന്നത്. അവിടെ കടലിനടി കിടപ്പുണ്ട് USS ചാർലോട്ട് എന്ന് പറഞ്ഞ ന്യൂക്ലിയർ അന്തർവാഹിനി. അതായത് ട്രിങ്കോമാലിയിൽ കിടക്കുന്ന ബുഷർ എന്ന് പറയുന്ന ശ്രീലങ്കയിൽ കിടക്കുന്ന ഈ IRIS ബുഷറും അത് ബുഷർ നേരത്തെ ഈ ദേന തകർന്നത് ശ്രീലങ്കയിലെ ഗാലാന് സമീപത്ത് വെച്ചിട്ടാണ്. ഗാലാൻ എന്ന് പറയുന്ന ഒരു സീ പോയിന്റിൽ വെച്ചിട്ടാണ് ശ്രീലങ്കൻ അതിർത്തി കടന്ന ഉടനെ ദേന തകർക്കപ്പെട്ടത്. ഒരുപക്ഷെ ഈ ബുഷർ വീണ്ടും ഗാലാൻ കടന്നു പോയി കഴിഞ്ഞാൽ ബുഷർ ദേനയുടെ ഗതി തന്നെ ഉണ്ടാവുക. പക്ഷേ ഇന്ത്യ അഭയം കൊടുത്തിരിക്കുന്ന ലാവൻ നമ്മുടെ ഒരു തുറപ്പിക്കിട്ടാണ്. ഈ ഒരു അവശേഷിക്കുന്ന 2 യുദ്ധക്കപ്പലേ ഉള്ളൂ. രണ്ടും പുറത്തോട്ടിറങ്ങിയാൽ ഇന്ത്യൻ അതിർത്തി വിട്ടിറങ്ങിയാൽ അവനെ തീർക്കുമെന്ന് കരുതിയിട്ട് കടലിനടിയിൽ ഇരിപ്പുണ്ട്. ആര്? ചാർലോട്ട് എന്ന ന്യൂക്ലിയർ സബ്ബാണ്. കാരണം അത് ഇപ്പോഴും ഉണ്ടായിരിക്കാം. കാരണം ഈ കപ്പൽ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഇവൻ ഇറങ്ങി വരുമ്പോൾ തീർക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കപ്പലുകളെ നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ പൊയ്ക്കോ, ഇന്ത്യൻ അതിർത്തി വിട്ട് പൊക്കോ, നമ്മൾ ഗെറ്റ് ഔട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയേ പറ്റുള്ളൂ. പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കപ്പലുകൾക്ക് നേരെ ഇവന്മാർ വെടിവെച്ചതേ ഉള്ളൂ. വെടിവെച്ചതിന് പകരം ഒരു കപ്പൽ കൂടി കടലിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു നിലയിലേക്ക് മാറിയേക്കാം. പക്ഷേ ഏതായാലും ഇത് ഈ പറഞ്ഞ പോലെ ഇന്ത്യക്കെതിരെയുള്ള ഒരു പകയാണോ, അതോ അവിടെ രാഷ്ട്രീയ നേതൃത്വത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് IRGC പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായത് എന്ന് ഇപ്പോൾ അറിയേണ്ടിയിരിക്കുന്നത്. കാരണം നമുക്ക് കിട്ടിയ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചു. അതായത് ഒരു റേഡിയോ മെസ്സേജിൽ നമ്മുടെ കപ്പലിൻ്റെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ക്ലിയറൻസ് കിട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്, നിങ്ങളുടെ ലിസ്റ്റിൽ 2ാമത്തെ പേര് എൻ്റെയാണ്, പക്ഷേ യു ആർ ഫയറിങ്, അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം, ഞാൻ തിരിക്കുകയാണ്
എന്ന് പറയുന്നതിന് മറുപടിയായിട്ട് വരുന്നത് നിങ്ങൾ അനുവാദം മേടിക്കേണ്ടത് ഞങ്ങളുടെ ഇമാമിൻ്റെ അടുത്ത് നിന്നാണ്, അല്ല ഖമേനിയുടെ അടുത്ത് നിന്നാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു വിഡ്ഢി നടത്തുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടിട്ടല്ല. എന്ന് പറഞ്ഞാൽ അബ്ബാസ് അരഗച്ചിയെ അവരുടെ വിദേശകാര്യമന്ത്രിയെ IRGS എന്ത് ചെയ്തു, വിഡ്ഢി എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അവിടുത്തെ ഒരു ആഭ്യന്തര പ്രതിസന്ധി കൂടിയാണ്. ഏതായാലും ഇന്ത്യ സജ്ജമാണ്. ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ വലിയ തോതിൽ വിക്രമാദിത്യയുടെ നേതൃത്വത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു എന്നാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിക്രമാദിത്യ മാത്രമല്ല, വിക്രാന്തും അവിടെയുണ്ട്. ഒരേപോലെ അറബിക്കടലിൽ ഒരു 100-200 കിലോമീറ്ററിന് ഉള്ളിൽ ഇന്ത്യയുടെ 2 വിമാനവാഹിനി കപ്പലുകൾ ഒരേപോലെ വരുന്നത് അത്ര യാദൃശ്ചികമൊന്നുമല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം പുതിയ വിവരം എന്താണെന്ന്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതൊരു എസ്കലേറ്റ് ചെയ്ത് ഇതിനിടയ്ക്ക് ഇന്ത്യയുമായും കൂടി ഒരു യുദ്ധമുണ്ടാക്കി ഒരു സംഘർഷത്തിലേക്ക് വരാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇറാന് മരുന്നെങ്കിലും കൊടുക്കാൻ നമ്മളേ ഉള്ളൂ. കാരണം അത് വാങ്ങി മുറിവ് ഉണക്കിയിട്ടാണ് ഈ IRGSിലെ മതഭ്രാന്തന്മാർ ഇന്ത്യൻ കപ്പലുകൾക്ക് തന്നെ വെടിവെച്ചത്. ഇനി ഇന്ത്യൻ കപ്പലല്ല എന്താണ് ബാക്കിയുള്ള വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് അത്തരം വിശദീകരണങ്ങൾ കാത്തിരിക്കാം. അപ്പോൾ ഇന്ത്യക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം പ്രത്യേകിച്ച് പുതുതായൊന്നും ചെയ്യേണ്ടതില്ല. കാരണം നമ്മുടെ 2 ഓപ്പറേഷൻസ് കടലിൽ നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ സങ്കല്പും അതിൻ്റെ തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന ഊർജ്ജ സുരക്ഷയും ഇപ്പോഴും ഓണാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമായ സന്നാഹങ്ങൾ നമുക്ക് ഈ പശ്ചിമേഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറബിക്കടലിൽ തന്നെയുണ്ട്. ഒമാൻ കടലിൽ നമ്മുടെ കപ്പലുകളുണ്ട്. ഒമാൻ കടലിൽ കപ്പലുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹോർമുസിലേക്ക് വെളിപ്പാട് അകലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. വേണ്ടി വന്നാൽ 4 വെടി ഉതിർക്കേണ്ടി വന്നാൽ ഇന്ത്യൻ കപ്പലുകൾ ഉതിർക്കുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഇറാന് കൊടുത്തിരിക്കുന്ന സിഗ്നൽ. പക്ഷേ അമേരിക്കയും ഇസ്രയേലും സന്തോഷിക്കുന്നുണ്ടാവാം. കാരണം ഇതിനകത്ത് ഇന്ത്യയെ കൂടെ വലിച്ചിടാൻ പറ്റുന്നു. അതുകൊണ്ട് ഇതിന് വേറൊരു മുഖം ഒരുപക്ഷെ യുദ്ധത്തിന് വരാമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. കാരണം നാറ്റോ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും, എന്തിന് ഇറ്റലി പോലും, മെലോണി ഊടുപാട് ചീത്തയാണ് ട്രംപിനെ പറയുന്നത്. ട്രംപിനൊരു കൂട്ടുകാരൻ ഇന്ത്യയെ കിട്ടിയാൽ കൊള്ളാം എന്ന് കരുതി. കാരണം പാകിസ്ഥാനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഈ ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അല്ല പാകിസ്ഥാൻ ആയിട്ടൊരു ഡീലൊന്നും ഉറപ്പിക്കാൻ ഇല്ലല്ലോ. ഉടനെ ട്രംപിൻ്റെ മറുപടി, ഡീലോ എന്തിന്? ഞാൻ വിചാരിച്ചാൽ ഞങ്ങൾക്ക് ശക്തരായ സഖ്യകക്ഷികളുണ്ട്, ഗൾഫ് രാജ്യങ്ങളെ ഉദ്ദേശമാണ്, അവരവന്മാർക്ക് കാശ് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അവന്മാർക്ക് കൊടുക്കില്ല. ഇനി അവിടെ കുറേ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അതൊക്കെ തിരിച്ചു മേടിക്കുന്നു പറഞ്ഞാൽ അവർ തിരിച്ചു മേടിക്കും. അതോടെ ഇവൻ്റെ പണി തീരും. പിന്നെ ഇവനുമായിട്ട് എന്താ ഡീൽ ഉണ്ടാക്കാനാ? അവനുമായിട്ട് ഞാൻ എന്ത് ഡീൽ ഉണ്ടാക്കാൻ? ഞാൻ പറഞ്ഞിട്ട് ഇവർ പിച്ച കൊടുത്തിട്ടാണ് അവൻ ജീവിക്കുന്നത്. എന്ത് അസീം മുനീറിനെ കുറിച്ച് ട്രംപ് പറയുന്ന ബ്ലൂംബർഗ് എന്നുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പാകിസ്ഥാനുമായിട്ടുള്ള അമേരിക്കയുടെ കാഴ്ചപ്പാട്, പാകിസ്ഥാനോടുള്ള അമേരിക്കയുടെ ട്രംപിൻ്റെ നിലപാട്. അതുകൊണ്ട് അവരുമായിട്ട് ഡീല് തേങ്ങ എന്നാണ് ട്രംപ് പറയുന്നത് പച്ച മലയാളത്തിൽ. അപ്പോൾ ഇന്ത്യയെ ഇതിനകത്തൊരു സഖ്യകക്ഷിയെ കിട്ടുകയാണെങ്കിൽ ഇസ്രയേലിന് സന്തോഷമായിരിക്കും, ട്രംപിന് സന്തോഷമായിരിക്കും. പാകിസ്ഥാനിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം അടുത്ത ഘട്ടം ചർച്ച നടന്ന് കരാറൊക്കെ ഒപ്പുവെക്കുകയാണെങ്കിൽ ഞാൻ പാകിസ്ഥാനിൽ വരുമെന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും നമ്മുടെ വിക്രമാദിത്യ, INS ചെന്നൈ, INS ത്രികണ്ഡ്, INS സുനയന ഉൾപ്പെടെയുള്ള കപ്പലുകളും വിക്രമാദിത്യൻ്റെ ഒരു സേനാവ്യൂഹവും ഒരു ഉത്തരവ് കിട്ടാൻ വേണ്ടി കാത്ത് അറബിക്കടലിൽ ഒമാൻ കടലിനടുത്ത് നിലകൊള്ളുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടൻ അത് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ മറ്റ് 2 ചാനലുകളുണ്ട്, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, അതുപോലെ C4N. ഈ 3 ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും അത് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.